ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കേട്ടോ, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേഗം ആക്കണം. സിയ നല്ല ഉറക്കമാണ്. കാര്യമായിട്ട് രാവിലെ തന്നെ ജിമ്മിന് പോയി. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുന്നേ വേഗം തന്നെ എല്ലാം സെറ്റാക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണി ആയതേ ഉള്ളൂ. പക്ഷേ 6 മണിയായിട്ടും ഒരവസ്ഥയും കാണിച്ചിട്ടാ. പുറത്ത് ഭയങ്കര വെയിലായി തുടങ്ങി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര ചൂടായി തുടങ്ങി. അപ്പോൾ ഞാനൊരു 6 മണിയാകുമ്പോഴൊക്കെയാണ് എണീക്കുന്നത്. അപ്പോൾ തന്നെ നല്ല വെയിലായി വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ പുറത്തേക്ക് കിച്ചണിലേക്ക് പോകുമ്പോൾ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല ചൂടാണ്. പിന്നെ വേഗം തന്നെ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് വേഗം തന്നെ കിച്ചണിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ സി എണീക്കുന്നതിന് മുന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാനുണ്ട്. എണീറ്റേച്ച് ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവൾ നേരെ നിൽക്കും, ചിലപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വേഗം ബ്രഷൊക്കെ ചെയ്ത് വേഗം തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് കിച്ചണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ സൗണ്ട് ഇല്ലാതെ നല്ല ഡോർ തുറന്ന് പോവാണ്. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവൾ വേഗം അറിയും. അപ്പോൾ നല്ലതാണ് കേട്ടോ ഡോറൊക്കെ തുറന്ന് പോകുന്നത്. സാധാരണ ഞാൻ രാവിലെ കിച്ചണിൽ എത്തുമ്പോൾ ഹിബ ഉണ്ടാവും. അവൾ അല്ലുവിന് സ്കൂളിൽ കൊണ്ടാകുന്ന ഫുഡും കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് എപ്പോഴും ഫുഡ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം അവർ നാട്ടിൽ പോയതുകൊണ്ട് രാവിലെ തന്നെ ഭയങ്കര മടി, ഭയങ്കര ഷോക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒറ്റക്ക് തന്നെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതാണ് എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. രാവിലെ എപ്പോഴും ഡോർ തുറന്നിട്ട് ആണ് ഞാൻ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ രാവിലെ തന്നെ ഇതേപോലെ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ തന്നെ നല്ല ചൂടായി തുടങ്ങി. അപ്പോൾ ഞാൻ രാത്രി തന്നെ ഏകദേശം എല്ലാം അലക്കിയിട്ടൊക്കെ വെക്കാറുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല ചൂടായിട്ട് വെള്ളം തൊടാൻ പറ്റൂല. പിന്നെ രാത്രി അലക്കിയിട്ട് കഴിഞ്ഞാൽ ആ വെയിലില്ലെങ്കിൽ ചൂടിന് കാറ്റിനൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ വേഗം തന്നെ ആ രാത്രി അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചിക്കൻ വരട്ടിയതും അതേപോലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് വേഗം തന്നെ നല്ല രസം. അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു വരട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ വേഗം പിന്നെ രാവിലെ കട്ടൊക്കെ ചെയ്ത് കഴുകിയിട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു അരക്കഷ്ണം തക്കാളി, ഒരു അരക്കഷ്ണം സവാളയും ഒരു പച്ചമുളകുമാണ് അതിനായിട്ട് എടുക്കാറ്. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് കഴുകി സാധനങ്ങളൊക്കെ ആക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ രാവിലെ വേഗം പണി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കൊക്കെയുള്ള മാത്രം കയറിയാൽ മതി. അപ്പോൾ അതിനിടയിൽ റൂമിലത്തെ കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്യാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ചട്ടിയിലാണ് കേട്ടോ ചിക്കൻ വരട്ടി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി സെറ്റായതിനു ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപ്പായിട്ട് യൂസ് ചെയ്യാറ്. വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല, നല്ല രസമാണ്. ടേസ്റ്റിലും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ മറ്റോയിലിനേക്കാളും നല്ലതാണ് ഒലിവ് ഓയിൽ. അപ്പോൾ രാവിലെ തന്നെ വേഗം ചിക്കൻ വരട്ടി ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ഞാൻ പിന്നെ സൈഡിലേക്ക് വേഗം തന്നെ പാത്രമൊക്കെ അതിനിടയിൽ കഴുകി വെക്കുന്നതും കൂടി ഉണ്ട്. അപ്പോൾ വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം റൂമിൽ പോയി ഇരിക്കുക. കാരണം കിച്ചണിൽ നിൽക്കാൻ പറ്റില്ല, അത്രയും നല്ല ചൂടാണ്. അപ്പോൾ വേഗം ഒന്ന് വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
തക്കാളിയും കൂടി നന്നായിട്ട് വരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദോശ ഈ ഒരു ചിക്കൻ വരട്ടി നല്ലൊരു കോംബോ ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികൾ ഇങ്ങനെ വറുത്തിട്ടാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്തിട്ടാണ് ഇടാറ്. അപ്പോൾ അതിലേക്ക് ഒരു അരക്കഷ്ണം 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല, ഒരു 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല, 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. വാട്ടി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു പൊടി വാട്ടിയ സ്മെല്ലാവുമ്പം അതിൽ തന്നെ ഇടുമ്പോൾ അത്ര വലിയൊരു ടേസ്റ്റ് നമുക്ക് തോന്നാറില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചിക്കൻ വരട്ടുണ്ടാക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് വാട്ടിയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് അത് ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ കഴുകി വെച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞാൽ മാത്രമേ ഈ ഒരു ചിക്കൻ വരട്ട് ഒരു ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കനിന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും, അപ്പോൾ കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചട്ടിയിൽ വേഗം തന്നെ ഇങ്ങനെ അടിക്ക് പിടിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് ആടാവുന്ന സമയത്ത് ഞാൻ വേഗം ദോശക്കുള്ള അരപ്പ് അരച്ച് വെക്കുക ചെയ്യുന്നത്. രാത്രി തന്നെ എല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വേഗം അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ദോശയൊക്കെ നന്നായിട്ട് അരച്ചു. അപ്പോൾ നന്നായിട്ട് ദാഹിച്ചു. നല്ല ചൂടായതുകൊണ്ട് ഫുള്ള് വേർക്കും കൂടി ചെയ്യും. അപ്പോൾ പിന്നെ വേഗം നന്നായിട്ട് വെള്ളം കുടിച്ചു കേട്ടോ. വെള്ളം എപ്പോഴും രാവിലെ തന്നെ ഏകദേശം 1 ലിറ്ററോളം വെള്ളം കുടിച്ച് കഴിയാറുണ്ട് രാവിലത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും. അപ്പോൾ ചിക്കൻ അവിടുന്ന് ആവുന്ന ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വേഗം തന്നെ ദോശയും കൂടെ ചൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയും ചിക്കൻ വരട്ടി ഇങ്ങനെ സൈഡിൽ വേഗം വേഗം ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ആവും, അധികം പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ചിക്കൻ വരട്ടിൽ തേങ്ങ നന്നായിട്ട് വാട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ദോശയും വേഗം വേഗം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ തേങ്ങയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും 2 സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ പൊടികൾ ഇതുപോലെ മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ലാസ്റ്റ് വാട്ടി കഴിഞ്ഞതിന് നന്നായിട്ട് ബ്രൗൺ കളറാകുന്ന സമയത്ത് ഞാൻ മല്ലിപ്പൊടി അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ആ ഒരു മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ആ ഒരു വരട്ടിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൂടി ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയാവും. നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ വരട്ടിലേക്ക് ആക്കി കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ തന്നെ പാത്രം ഇതേപോലെ കഴുകാനുണ്ട്. അങ്ങനെ ദോശ അവിടെ ചുട്ടായി എല്ലാം സെറ്റായിട്ട് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. രാവിലെ ആകുമ്പോഴത്തേനും ഇതാണ് അവസ്ഥ. രാവിലെ ഫുള്ള് കഴിയുമ്പോഴത്തേനും വേർത്ത് കുളിച്ചൊരു വിധാവും. അപ്പോൾ ഇപ്പോഴേ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെയും വേർക്കാനുണ്ട്. ഉച്ചക്കും കാരണം ഫുഡ് ഉണ്ടാക്കാനുമ്പോൾ പിന്നെയും വേർക്കാനുണ്ടാവും. പിന്നെ ചൂട് പിന്നെയും നന്നായിട്ട് കൂടിക്കൊണ്ട് വരാനുണ്ട്. അത് കഴിയുമ്പോഴത്തേനും അരിയായിട്ടും ജിമ്മിനൊക്കെ പോയിട്ട് വന്നു. അപ്പോഴത്തേനും സി എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ സി കുറച്ച് ലേറ്റ് ആണല്ലോ. ചിക്കൻ മമ്മ വേണ്ടേ? ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ സിയാബി അങ്ങനെ ഹായ് പറയില്ലേ? തിരുമ്പല്ലേ കണ്ണ്. ഇതിന് വെള്ളം വേണ്ടേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് രാവിലെ തന്നെ അടിക്കലും കിച്ചണും അതുപോലെ ഹോളൊക്കെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം തന്നെ തുണി പോയിട്ട് എടുത്തു. അപ്പോഴത്തേനും നന്നായിട്ട് തുണി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് വേർത്തൊരു ഇതായിട്ടുണ്ട്. അങ്ങനെ വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടു. അപ്പോൾ ഈ രാവിലെ അലക്കാൻ ഭയങ്കര പണിയാണ്. കാരണം ചൂടുമാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല, ഭയങ്കര തലവേദനയൊക്കെ വരും അങ്ങനത്തെ ചൂടായതുകൊണ്ട്. പിന്നെ അങ്ങനെ ഞാനെപ്പോഴും പുറത്താണ് ഇടാറ്. റൂമിലിടുന്നവരും ഉണ്ട്, പക്ഷെ റൂമിലിട്ട് കഴിഞ്ഞാൽ ഇവള് സി ഉള്ളതുകൊണ്ട് മൊത്തം വലിച്ച് വാരിയിടും. പിന്നെ അതൊക്കെ അതിനേക്കാളും നല്ല പുറത്തിടുന്ന വിചാരിച്ചു അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഏട്ടൻ പോയിട്ട് രാവിലെ ഓഫീസിലേക്ക് പോയി. അപ്പോൾ സി അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ പാട്ടൊക്കെ ഇട്ട് കൊടുത്താൽ അവൾ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കും. അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. അതേപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് തുടച്ചിട്ടൊക്കെ വെക്കും. അതിനിടയിൽ അവൾക്ക് പറ്റാവുന്ന പണിയൊക്കെ അവൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാം വാരി വലിച്ചിടും. ഞാൻ ഓരോ സാധനം എടുത്ത് വെക്കുമ്പോൾ പിന്നെ വാരി വലിച്ചിടുകയൊക്കെ ചെയ്യും കേട്ടോ. മുമ്പൊന്നും ഞാൻ ഇത്ര പണിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വലിച്ചു വാരി ഇടുന്നതുകൊണ്ട് ഭയങ്കര പണിയാണ്. അപ്പോൾ അവളെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ രാവിലെ അലക്കാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബെഡൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അടിച്ച് തുടച്ചിടാണ് കേട്ടോ.
അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ അവളെടുത്തിട്ട് അവളെ എവിടെയാണ് ഡ്രസ്സൊക്കെ വെക്കുന്നത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ അവൾ അങ്ങനെ എടുത്ത് വെക്കാറായിട്ട് ചെയ്യാറ് എപ്പോഴും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതേപോലെ ഓരോന്ന് എടുത്ത് വെക്കുമ്പോഴും പിന്നെയും ഇങ്ങോട്ട് വലിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെയും എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചാനൽ ഇതുവരെയും ആരും കാണാത്തവരാണെങ്കിൽ, ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അരിക്കും തുടക്കമൊക്കെ ചെയ്യണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് സമയം അവളെ വെച്ച് കളിക്കണം കേട്ടോ. അതാണ് രാവിലത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്ര മാത്രമാണ് രാവിലത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്താ? ഡോഗ് 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 അങ്ങനെയാണ് സിയാപ്പി വരക്കല്. ഡോഗ്. പിന്നെന്താ? സിയാപ്പി ഫിഷ്, ഷാർക്ക് ഷാർക്ക്. ബീ അടിരിക്കി. ബീ. ഐസ്ക്രീം ഐസ്ക്രീം. സി പറഞ്ഞ എങ്ങനെ ഐസ്ക്രീം പറയല്? ഐസ്ക്രീം. സി പറഞ്ഞ ഐസ്ക്രീം. ഇതെന്താ? ലയൺ ലയൺ ലയൺ. ഇതെന്താ? ആപ്പിൾ. സി പറഞ്ഞേ ആപ്പിൾ. പറഞ്ഞ ആപ്പിൾ. പറഞ്ഞേ ആപ്പിൾ. എന്താ? ഫിഷ് ഫിഷ്. ഇതെന്താ സിയാ? ടൈഗർ ടൈഗർ. എന്താ? ടൈഗർ. എന്താ സിയാ? സി പറഞ്ഞെന്താ? ടൈഗർ. ഇതെന്താ? എലിഫന്റ് എലിഫന്റ്. എലിഫന്റ്. എന്താ സിയാ? അത് എലിഫന്റ്. ഇതെന്താ സിയാ? ഇതെന്താ? പിഗ് പിഗ്. എന്താ സിയാ? പിഗ്. ഇതെന്താ? റാബിറ്റ്. എന്താ സിയാ? റാബിറ്റ് റാബിറ്റ്. ഇതെന്താ? എന്താ? ഓറഞ്ച്. ഒഞ്ചാഞ്ചല്ല, ഓറഞ്ച് ഓറഞ്ച്. ഇതെന്താ സിയാ? ഇതെന്താ? ആപ്പിൾ. എന്താ? അപ്പല്ല, ആപ്പിൾ. പറഞ്ഞേ. ഇതെന്താ? ഓറഞ്ച് ഇവിടെ. ഓറഞ്ച് ഇവിടെ. നമുക്ക് ഓറഞ്ച് തന്നെ സിയാ. നമുക്ക് ഓറഞ്ച് താ. വെരി ഗുഡ്. ഓറഞ്ച്. ഇതെന്താ? ഇതെന്താ? ഗ്രേപ്സ്. എന്താ? ഗ്രേപ്പ് ഗ്രേപ്പ് ഗ്രേപ്പ്. വെരി ഗുഡ്. ഇത് ഓറഞ്ച് ഏതാ? ഓറഞ്ച് ഓറഞ്ച് ഏതാ? ഓറഞ്ച്. തൊട്ട് കാണിച്ച ഓറഞ്ച് ഏതാ? തൊട്ട് കാണിച്ച്. ഓറഞ്ച് ഏതാ? ഓറഞ്ച് ഏതാ? ഇതിന് മൂന്നത്തിൽ ഓറഞ്ച് ഏതാ? ഓറഞ്ച് ഏതാ? ഓറഞ്ച്. നമുക്ക് ഓറഞ്ച് തന്നെ. പിന്നെ രാവിലെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവൾക്ക് നന്നായിട്ട് ഉറക്കം വന്നു. ശരിക്കും ചില സമയത്ത് മാത്രം ഉറങ്ങാറില്ല, എപ്പോഴൊന്നും ഉറങ്ങാറില്ല. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നല്ല ഉറക്കം വരുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ വേഗം ഒന്ന് ഉറങ്ങിയാൽ വേഗം തന്നെ എഴുതിയിട്ട് വരും കൂടെ ചെയ്യും. കുറേ സമയമൊന്നും ഉറങ്ങുമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നെ വേഗം ഒരു 10:30 ആകുമ്പോൾ വീണ്ടും കിച്ചണിലേക്ക് കയറാം. അപ്പോൾ ഉച്ചയ്ക്ക് കായ് ഉണ്ടായിരുന്നു, പച്ചക്കായ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പച്ചക്കായ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റാണ്. നമ്മളവിടെ പുളിശ്ശേരി എന്നാണ് പറയാറ്. അപ്പോൾ തേങ്ങയും അതേപോലെ ജീരകവും നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോഴത്തേന് ഞാൻ കായ് ഇതുപോലെ മുറിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ പുതിർത്ത് വെക്കുമ്പോൾ അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ വിട്ടുപോകാനാണ് അങ്ങനെ പുതിർത്ത് വെക്കുന്നത്. അങ്ങനെ ഒരു 10 മിനിറ്റ് മാത്രം പുതിർത്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ കായ് ഞാൻ വേഗം വേവാനായിട്ട് വെച്ചു, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവാനായിട്ട് വെച്ച്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവാനായിട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു സൈഡിൽ നമ്മളെ ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ കായ് പുളിശ്ശേരി ഉണ്ടാക്കാനുള്ളത് വേവുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വിശന്നപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചു. അപ്പോൾ എനിക്ക് ഈ ഓറഞ്ച് രാവിലെ കഴിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് തോന്നി ഇങ്ങനെ ഈ ഒരു സാധനം കഴിക്കുമ്പോൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആകുമ്പോഴത്തേനും നേരെ നമ്മുടെ പുളിശ്ശേരി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നേരെ അതിലേക്ക് വറവൊക്കെ ഇട്ട് കടുകും കറിവേപ്പില അതേപോലെ വറ്റൽമുളകും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടാണ് വറവിടുന്നത്. അങ്ങനെ നമ്മൾ പുളിശ്ശേരി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാണ് പിന്നെ ഒരു ഉച്ചയാകുമ്പോഴേക്കാണ് കേട്ടോ കുളിക്കാറ്. നേരത്തെ കുളിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം പിന്നെയും കിച്ചണിൽ കയറും, പിന്നെയും ഫുള്ള് വേർക്കും. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം മാത്രമല്ലേ കയറാനുള്ളൂ. അങ്ങനെ ഉച്ചക്കാണ് എപ്പോഴും കുളിക്കാറ്. അപ്പോൾ വെള്ളമൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടാണ് കുളിക്കാനൊക്കെ പോകാറ്. ഭയങ്കര ചൂടായതുകൊണ്ട് ആ സമയത്ത് വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ അവളെയും കുളിപ്പിച്ച് അവൾക്ക് ഫുഡ് കൊടുക്കും കൂടെ ചെയ്തു. അങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് അവൾക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അവളെയും കുളിപ്പിച്ച് അവളോട് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു മണി 1:15 ആകുമ്പോൾ ഏട്ടൻ വന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ വരട്ടത് രാവിലത്തെ കുറച്ചുണ്ടായിരുന്നു, പിന്നെ പുളിശ്ശേരി ആയിരുന്നു കേട്ടോ. പുളിശ്ശേരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ കഴിച്ചെങ്കിൽ നമ്മളിരിക്കുമ്പോൾ അവൾക്ക് പിന്നെ ഇരിക്കണം, പിന്നെയും കഴിക്കൂട്ടോ. അങ്ങനെ കുറേ കളിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ 2 മണിയൊക്കെ ആകുമ്പോൾ പോയി. അപ്പോഴത്തേനും സിയ ഉറങ്ങിയും കൂടി ചെയ്തു. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിലാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എവിടെ വീഡിയോ എടുക്കുന്ന അവൾ ആ ഉറങ്ങുന്ന ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ 1 മണിക്കൂറൊന്നും അവൾ ഉറങ്ങൂല, അതിനിടയിൽ അറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ തട്ടി ഉറക്കിയിട്ടാണ് പിന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് കൊടുക്കുന്നതൊക്കെ ആ ഒരു ടൈമിലാണ്. അപ്പോൾ സിയ നീ എവിടെ പോന്നേ? ടാറ്റ പോകുന്നുണ്ടോ? വാ പോവാലോ, ബാ. എവിടെ പോന്നേ? ടാറ്റ പോകുന്നുണ്ടോ? വൈകുന്നേരം എനിക്ക് ഒരു ഷവർമ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അവൾ പുറത്ത് പോയിട്ടൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അവൾക്ക് ഞാൻ രാത്രി ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ അരപ്പ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അങ്ങനെ ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മ രാത്രി അങ്ങനെ ദോശയാണ് ഇപ്പോൾ ചുടുന്നത്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ സിയക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ അവളവിടെ അമ്മേനെ വിളിച്ച് സംസാരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ വർത്താനൊക്കെ പറഞ്ഞ് ദോശ കഴിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വേഗം അവൾ കഴിച്ച് തീരും കൂടെ ചെയ്യും. അങ്ങനെ അവൾക്ക് ഒരു 9 മണി 9:30 ആകുമ്പോൾ ഞാൻ നേരെ കുളിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഒരാൾ ഇവിടെ പാതിരാത്രി ആകുമ്പോൾ ബ്രഷ് ചെയ്യുന്നുണ്ട്. രാവിലെ ബ്രഷ് ചെയ്യാൻ പറഞ്ഞാൽ ഓക്ക് ബ്രഷ് ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് രാത്രി പോയിട്ട് ബ്രഷ് ചെയ്യുന്നു. രാവിലെ ലസിയ ബ്രഷ് ചെയ്യണ്ടേ? രാവിലെ നീ എന്താ ബ്രഷ് ചെയ്യാത്തേ? രാവിലെ എന്താ ചെയ്യാത്ത ബ്രഷ് ചെയ്യാത്തേ? ഇപ്പോഴാണോ ബ്രഷ് ചെയ്യുന്നേ? അങ്ങനെ അവൾ ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഏകദേശം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.